രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ സർവ്വവിധ ആയുര ആരോഗ്യങ്ങളും സംരക്ഷിക്കാൻ ഉതകുന്ന നാരായണീയം എപ്പിസോഡിലേക്ക് സ്വാഗതം. നാരായണീയം 23ാമത്തെ എപ്പിസോഡ്, 3ാമത്തെ ദശകമാണ്. അതിൽ 3ാമത്തെ ശ്ലോകമാണ് ഇന്ന് ഞാൻ പഠിപ്പിക്കുന്നത്. ഇതിന് മുമ്പുള്ള ശ്ലോകങ്ങൾ കേൾക്കണമെന്നുള്ളവർ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയം ഇത് ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു ദിവസം ഒരൊറ്റ ശ്ലോകം നന്നായി കേട്ട് പഠിച്ച് അർത്ഥം മനസ്സിലാക്കിയിട്ട് ആ ശ്ലോകം ഒരു 3-4 ദിവസം നിങ്ങൾ ചൊല്ലുക. അല്ലാതെ വെപ്രാളപ്പെട്ട് എല്ലാം കൂടെ ചൊല്ലരുത്. ഓരോന്നായിട്ട് ചെയ്യുമ്പോഴാണ് ഫലസിദ്ധി കിട്ടുന്നത്. പിന്നെ ചൊവ്വാഴ്ച ദിവസം രാധയുടെ, കൃഷ്ണൻ്റെ കാമുകിയായ രാധയുടെ പ്രണയത്തെക്കുറിച്ചാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് രാധയുടെ പ്രണയം ഒരാൾ അടുക്കിന് 93 എപ്പിസോഡ് പിന്നിടുന്നത്. രാധാറാണിയെക്കുറിച്ച് എന്തറിയണമെങ്കിലും അതെല്ലാം അതിനകത്തുനിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അത് നിങ്ങൾക്ക് പ്രണയ സാഫല്യം ഉണ്ടാക്കും, ദാമ്പത്യ സൗഖ്യവും ഉണ്ടാക്കും. എല്ലാ ബുധനാഴ്ചയും 12 മണിക്ക് കൃഷ്ണൻ്റെ അവതാരമായ ബുദ്ധകഥകളാണ്. അവതാര കഥ കേൾക്കുന്നത് പുണ്യം. എല്ലാ വ്യാഴാഴ്ചയും കൃഷ്ണനും രാധയും തമ്മിലുള്ള ശൃംഗാര കേളികളായ അഷ്ടപതി കേൾക്കുകയും വീട്ടിൽ ഒരു ശ്ലോകമെങ്കിലും വെച്ച് ജപിക്കുകയും ചെയ്താൽ ധനധാന്യ സമൃദ്ധി, പ്രണയ സാഫല്യം, ദാമ്പത്യ സൗഖ്യം. എല്ലാ വെള്ളിയാഴ്ചയും ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ് ധർമ്മപദം. മോക്ഷത്തിൻ്റെ താക്കോല് ധർമ്മപദമാണ്.
ഇതിനകത്ത് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകളുണ്ട്. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർ അത് കേൾക്കുക. അതോടൊപ്പം തന്നെ ഞാൻ കൊല്ലത്തുള്ളതാണ്. നിങ്ങൾക്ക് ഇവിടെ വന്ന് പഠിക്കുന്നവർക്ക് അങ്ങനെയും പഠിക്കാം. ഇവിടെ ഒരുപാട് പേര് കാസർഗോഡ് നിന്ന് വരെ വന്ന് പഠിക്കുന്നുണ്ട്. അതിന് സ്റ്റേ സൗകര്യങ്ങൾ അതെല്ലാം അവിടെ ഉണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കേൾക്കുക. അതേ കണക്ക് തന്നെ ഇതിനകത്ത് അസ്ട്രോളജി ഉണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ, ഓരോ നക്ഷത്ര ഫലങ്ങൾ നിങ്ങളത് കേൾക്കുക. ആ മാസത്തിൽ ജനിച്ചവരുടെ ഫലങ്ങളും നക്ഷത്ര ഫലങ്ങളുമൊക്കെ നിങ്ങൾ കേൾക്കുക. അതിനകത്ത് എന്തെങ്കിലും സംശയം വന്നാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുകൾ വിളിച്ചാൽ മതി. 9645333999. അതേ കണക്ക് ഒരിടത്തൊരിടത്തൊരച്ഛനുണ്ടായിരുന്നു, നിശ്ചയമായും കേൾക്കണം. പ്രണയം എങ്ങനെ വിജയിക്കാം എന്നൊരെണ്ണമുണ്ട്, അത് കേൾക്കണം നിങ്ങൾ. നിങ്ങൾക്ക് കിട്ടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാനതിൻ്റെ ലിങ്ക് അയക്കുന്നതാണ്. ആ പ്രണയം എങ്ങനെ വിജയിക്കാമെന്നത് പ്രണയിക്കുന്നവർ കാണണം, അവരുടെ മാതാപിതാക്കളും കണ്ടിരിക്കണം. അപ്പോൾ നാരായണീയമാണ്. അപ്പോൾ നാരായണീയം നമുക്ക് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം നമോ നാരായണായ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്നു രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അതുപോലെ കഠിന കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ രാധാഭക്തനായി മാറി എന്ന വീഡിയോ ഇതിലുണ്ട്. ഉറപ്പായിട്ടും നിങ്ങളത് കാണണേ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അതേ കണക്ക് തന്നെ അച്ഛ പ്ലീസ് മകളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ. പ്ലേലിസ്റ്റിൽ ജനറൽ എന്ന് കൊടുക്കുന്നതിൽ അതുണ്ട്. നിശ്ചയമായും അച്ഛനെ സ്നേഹിക്കുന്ന എല്ലാ പെമ്മക്കളും അമ്മയെ സ്നേഹിക്കുന്ന എല്ലാ ആൺമക്കളും കാണണം. അപ്പം ഇന്ന് നാരായണീയമാണ്. ഇന്നത്തെ നാരായണീയം 3-ാമത്തെ ദശകം 3-ാമത്തെ ശ്ലോകം പാടിത്തരുന്നത് രാധാറാണിയുടെ രാധാമാധവൻ ഗ്രൂപ്പിൽ എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള, ഓർമ്മിക്കുക, നിങ്ങൾക്ക് രാധാമാധവൻ ഗ്രൂപ്പിൽ ചേരാൻ ആഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ ഞാൻ ആഡ് ചെയ്യുന്നതാണ്. രാധാമാധവൻ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും വളരെയധികം പ്രിയങ്കരനായിട്ടുള്ള സുനിലാണ്. തൃശ്ശൂരാണ് സുനിൽ ഗൾഫിലാണ്. സുനിലിൻ്റെ മകളാണ്. ഈ കഴിഞ്ഞ ഒരു എപ്പിസോഡിനകത്ത് ഞാൻ ഓർക്കുന്നില്ല നാരായണീയമാണോ അഷ്ടപതിയാണോ എന്ന് ഓർക്കുന്നില്ല. എനിക്കൊന്ന് അഷ്ടപതി പാടിയത് സുനിലിൻ്റെ മകളാണ്. മകളുടെ പേര് ഞാൻ പെട്ടെന്ന് വിട്ടുപോയി. അപ്പോൾ ഈ സുനിൽ രാധേ ചാനലിന് വളരെ പ്രിയപ്പെട്ട ആളാണ് സുനിൽ എന്ന് പറയുന്നത്. കാരണം എൻ്റെ തുടക്കം മുതലുള്ള സബ്സ്ക്രൈബറാണ് സുനിൽ. വെറും ഒരു സബ്സ്ക്രൈബർ മാത്രമല്ല, രാധേ ചാനൽ പുരോഗതിയിലേക്ക് എത്തണമെന്നും അത് വളർന്ന് വലുതാകണമെന്നും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന, എനിക്ക് വളരെ ഇഷ്ടമുള്ള ആളാണ് സുനിൽ. നല്ല ഒരു മനസ്സിൻ്റെ ഉടമയാണ്. മറ്റുള്ളവരെ സഹായിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളുള്ള ഒരാളാണ് സുനിൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എനിക്ക് സുനിലിനെ വളരെയധികം ഇഷ്ടം. ഒരുപാട് നന്മകൾ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ് ആരെന്ന് പറയുന്നത് സുനിൽ. എനിക്കത് നേരിട്ടറിയാം. അപ്പോൾ സുനിൽ എൻ്റെ പണ്ട് തൊട്ടേ ഉള്ള ഒരു സബ്സ്ക്രൈബറാണ്. സുനിലിന് എനിക്ക് സുനിലിനെയും വളരെ ഇഷ്ടമാണ്. കഴിഞ്ഞ പ്രാവശ്യം സുനിൽ തൃശ്ശൂർ വന്നപ്പോൾ എനിക്ക് കാണാൻ പറ്റിയില്ല. അടുത്ത പ്രാവശ്യം ഉറപ്പായിട്ടും എനിക്ക് കാണണം. അപ്പം സുനിൽ നാരായണീയം പാടുകയാണ്. സാക്ഷാൽ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കാതെ ഒരു കാരണവശാലും അതൊന്നും സാധ്യമല്ല. സാക്ഷാൽ ഗുരുവായൂരപ്പൻ സുനിലിന് എല്ലാവിധ അനുഗ്രഹങ്ങളും കൊടുക്കട്ടെ. സുനിലിനും സുനിലിൻ്റെ വൈഫും മക്കളും അങ്ങനെ ഒരു നല്ല കുടുംബജീവിതം, വളരെ നല്ല ഒരു കുടുംബജീവിതം സുനിലിന് ലഭിക്കട്ടെ. സുനിൽ
വളരെ മനോഹരമായി പാടുകയാണ്. ആദ്യമായിട്ടാണ് നാരായണീയത്തിൽ ഒരു മെയിൽ വോയിസ് വരുന്നത്. പക്ഷേ അത് സൂപ്പറാണ്, അത്രയ്ക്ക് സൂപ്പറാണ്. അപ്പോൾ എനിക്കും രാധേ രാധേ ഗ്രൂപ്പിനും വളരെയധികം പ്രിയങ്കരനായ സുനിൽ വളരെ ആത്മാർത്ഥമായി ഉള്ളിൽ തട്ടി നാരായണീയം പാടുന്നത് കേട്ടോളൂ. കൃപാതേ ജാതാ ചേത് കിമിവ നഹി ലഭ്യം തനുഭൃതാം മദീയ ക്ലേശൗകപ്രശമനദശാ നാമ കിയതി ന കേ ലോകേസ്മിന്നനിശമയി ശോകാഭിരഹിത ഭവദ്ഭക്താ മുക്താ സുഖഗതിമസക്താ വിതതതേ. അപ്പോൾ സുനിൽ അത് പാടിയത് കേട്ടല്ലോ. ആ കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഞാൻ വെറുതെ പറഞ്ഞതല്ല, സുനിൽ നല്ല നന്നായി പാടി നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, നമുക്ക് പഠിക്കാം കേട്ടോ. കൃപാതേ ജാഥാ ചേത് കിമിവ നഹി ലഭ്യം തനുഭൃതാം മദീയ ക്ലേശൗഖ പ്രശമന ദശാനാമ കിയതി ന കേ ലോകേ അസ്മിന്ന നിശമയി ശോകാഭിരഹിത ഭവദ്ഭക്ത മുക്ത സുഖഗതി മസക്ത വിദധേ. കേൾക്കുന്നുണ്ടല്ലോ? അടുത്തത് കൃപ. അപ്പം ഇനി നോക്കേ, അർത്ഥം എഴുതിക്കോ. കൃപാതേ, അർത്ഥം എഴുത്. കൃപാതേ സമമിട്ടിട്ട് അങ്ങയുടെ കാരുണ്യം ദയ. കൃപാതേ അങ്ങയുടെ കാരുണ്യം ദയ. ജാതാചേത്, ജാതാചേത് ഉണ്ടായെങ്കിൽ, ജാതാചേത്ത് ഉണ്ടായെങ്കിൽ. കിം ഇവ, കിം ഇവ എന്ത് തന്നെയാണ്, കിം ഇവ എന്ത് തന്നെയാണ്. നഹി ലഭ്യം, മനസ്സിലെ? നഹി ലഭ്യം കിട്ടാൻ പ്രയാസമായിട്ടുള്ളത്. അർത്ഥം എഴുതിക്കൊള്ളണം. നഹി ലഭ്യം കിട്ടാൻ പ്രയാസമായിട്ട് ഉള്ളത്. കിട്ടാൻ പ്രയാസമായിട്ടൊന്നുമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ നാ വേറൊരിടത്താണ് ചേരുന്നത്, അത് ഞാൻ പറഞ്ഞുതരാം. അടുത്തത് തനുഭൃതാം. തനുഭൃതാം ശരീരം ലഭിച്ചവർ. തനുഭൃതാം ശരീരം ലഭിച്ചവർ. ആരാ ശരീരം ലഭിച്ചവർ? മനുഷ്യർ. തനുഭൃതാം മനുഷ്യർ. മദീയ, മദീയ എൻ്റെ. അപ്പൊ തനുഭൃതാം ശരീരം ലഭിച്ചവർക്ക്, അതായത് മനുഷ്യർക്ക്. മദീയ, മദീയ എൻ്റെ. ക്ലേശൗഖ പ്രശമന ദശ. ക്ലേശൗഖ പ്രശമന ദശ കഷ്ടപ്പാടുകൾ ഇല്ലാതാക്കുക. കഷ്ടപ്പാടുകൾ ഇല്ലാതാക്കുക എന്നത്, അതാണ് അർത്ഥം. കഷ്ടപ്പാടുകൾ ഇല്ലാതാക്കുക എന്നത്. നാമകിയതി എത്ര നിസാരം. അർത്ഥം നാമകിയതി എത്ര നിസാരം. അടുത്ത വരി ന കേകേ, അർത്ഥം ഏതേത് എന്നാണ് അർത്ഥം. എന്ന് വെച്ചാൽ ഏതെല്ലാം. അർത്ഥം ഏതേത്. ഏതേതെന്ന് കേട്ടാൽ മനസ്സിലാവുന്നില്ലെങ്കിൽ ഏതെല്ലാം. ലോകേ അസ്മിന്നശം, അസ്മിന്ന നിശമയി. ആ എഫ് ഇട്ടിരിക്കുന്നത് ആന്ന് വായിക്കണം. അതായത് പിരിച്ചെഴുതുന്നത് ലോകേ അധികം, അസ്മിൻ അധികം, അനിശം അധികം ഐ. അങ്ങനെ പിരിച്ചെഴുതി വെക്കുന്ന നല്ലതാണ്. ലോകേ അധികം, അസ്മിൻ അധികം, അനിശം അധികം ഐ. നമ്മൾ ചേർത്ത് വായിക്കുമ്പം ലോകേ അസ്മിൻ അനിശമയി, അസ്മിൻ അനിശമയി. അർത്ഥം ഈ ലോകത്തിൽ എല്ലായ്പ്പോഴും, ഈ ലോകത്തിൽ എല്ലായ്പ്പോഴും. ശോകാഭിരഹിത, അർത്ഥം എഴുതിക്കോ. ശോകാഭിരഹിത ദുഃഖങ്ങളൊന്നുമില്ലാതെ. ശോകാഭിരഹിത ദുഃഖങ്ങളൊന്നുമില്ലാതെ. ഭവദ്ഭക്ത, ഭവദ്ഭക്ത അർത്ഥം എഴുതിക്കോ. അങ്ങയുടെ ഭക്തന്മാർ, അങ്ങയുടെ ഭക്തന്മാർ. മുക്ത, മുക്ത മുക്തന്മാരാകുന്നു, മോചിക്കപ്പെടുന്നു, മോചിക്കപ്പെടുക. സുഖഗതി അമസക്ത,
സുഖഗതി അത് പിരിച്ചെഴുതിയാൽ സുഖഗതി അധികം അസക്ത. അർത്ഥം സുഖത്തിൽ ആസക്തി ഇല്ലാതെ. കണ്ടില്ലേ? സുഖഗതി അസക്ത, സുഖത്തിൽ ആസക്തി ഇല്ലാതെ. വിദതേ വിദതേ വിദധതേ വിദധതേ ചെയ്യുന്നു. ഈ വിദധതേ എന്ന വാക്ക് നമ്മുടെ മൂന്നാമത്തെ വരി തുടങ്ങുന്ന നായുമായി ചേർത്ത് വായിക്കണം. ശരിക്കും പറഞ്ഞാൽ ന വിദധതേ. സംസ്കൃതം അങ്ങനെയാണ്, അടുക്കിന് കൊടുക്കത്തില്ല. നമ്മുടെ മൂന്നാമത്തെ വരിയിൽ ഒരു ന വെച്ച് തുടങ്ങുന്നു. ആ ന ഇവിടെ ചേർത്തിട്ട് ന വിദധതേ എന്ന് വേണം നമ്മൾ വായിക്കാൻ. അപ്പൊ വിദധതേ ചെയ്യുന്നു, ന വിദധതേ ചെയ്യുന്നില്ല. ഇതിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം പറഞ്ഞു തന്നിട്ട് ഞാൻ ഓരോ വരിയായിട്ടെടുത്ത് വിവരിച്ചു തരാം. ഇതിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം, ഭഗവാന്റെ കൃപ ഉണ്ടാവുകയാണെങ്കിൽ മനുഷ്യർക്ക് ലഭിക്കാൻ പ്രയാസകരമായി ഒന്നുമില്ല. എൻ്റെ ദുഃഖങ്ങൾ ഇല്ലാതാക്കുക എന്നത്, കവി പറയുകയാണ്, എൻ്റെ ദുഃഖങ്ങൾ ഇല്ലാതാക്കുക എന്നത് അങ്ങേക്കെത്ര നിസാരമാണ്. ഭഗവാനെ, അങ്ങയുടെ നിരവധി ഭക്തന്മാർ ദുഃഖങ്ങളൊന്നുമില്ലാതെയും ഒന്നിലും ആസക്തിയില്ലാതെയും മുക്തരായി സുഖഗതി പ്രാപിച്ച് സ്വൈരമായി സഞ്ചരിക്കുന്നല്ലോ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ശ്ലോകത്തിൻ്റെ ചുരുക്കാർത്ഥം ഇത്രയേ ഉള്ളൂ. ഭഗവാന്റെ കൃപയുണ്ടായാൽ മനുഷ്യർക്ക് എന്തും പറ്റും. ഇവിടെ കവി എന്ന ഭട്ടതിരിപ്പാടിന് ഒരു ദുഃഖമുണ്ട്. അത് വാതരോഗം എന്ന ദുഃഖമാണ്. ആ വാതരോഗം മാറ്റുക ഭഗവാന് വളരെ നിസ്സാരമായിട്ടുള്ള ഒന്നാണ്. ഭഗവാന്റെ കാരുണ്യം കിട്ടിയ ഭക്തന്മാര് ഒരു ദുഃഖങ്ങളുമില്ലാതെ, ഒരാവശ്യങ്ങളുമില്ലാതെ, ഒന്നിനോടും ഒട്ടലില്ലാതെ ഭഗവാന്റെ നാമം ജപിച്ച് സ്വൈരമായിട്ടിങ്ങനെ നടക്കുകയാണല്ലോ. ഇത്രയുമാണ് ഇതിൻ്റെ ഒരർത്ഥം. ഇനി നമുക്ക് ഓരോ വരിയും കീറി മുറിച്ച് പഠിക്കാം. ഇനി നമുക്ക് ഒന്നാമത്തെ വരിയിലേക്ക് വരാം. നോക്കേ, കൃപാതേ ജാത ചേത് കിമിവ നഹി ലഭ്യം തനുഭൃതാം. കൃപാതേ, അങ്ങയുടെ കൃപയുണ്ടെങ്കിൽ, അതായത് ഗുരുവായൂരപ്പൻ്റെ കൃപയുണ്ടെങ്കിൽ, ജാതാചേത് ഉണ്ടായെങ്കിൽ, കിമിവ എന്ത് തന്നെയാണ്, കിമിവ നഹി ലഭ്യം തനുഭൃതാം, നഹി ലഭ്യം കിട്ടാൻ പ്രയാസമായിട്ടുള്ളത്, തനുഭൃതാം ശരീരമെടുത്തവർക്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കാരുണ്യമുണ്ടെങ്കിൽ മനുഷ്യർക്ക് എന്താണ് കിട്ടാൻ പ്രയാസമുള്ളത്? നമ്മൾ തികച്ചും അസാധ്യം എന്ന് കരുതുന്നത്, ഒരിക്കലും കിട്ടില്ല എന്ന് കരുതുന്നത് പോലും വളരെ നിസ്സാരമായി കിട്ടും. ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ കൃപ ഉണ്ടെങ്കിൽ മാറാ രോഗങ്ങളില്ലാതാകും. മനസ്സിലെ? ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ കൃപയുണ്ടെങ്കിൽ ഡോക്ടർമാർ പറയുകയാണ്, ഇനി വൈദ്യശാസ്ത്രത്തിൽ ഇതിന് മരുന്നില്ല. അങ്ങനെ പറഞ്ഞിട്ടുള്ള എത്രയോ പേര് പിന്നീട് രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ കൃപയുണ്ടെങ്കിൽ അസാധ്യമായിട്ടൊന്നുമില്ല. ഡോക്ടർ എഴുതിത്തള്ളിയ കേസുകൾ വരെ രക്ഷപ്പെടും. ഭഗവാൻ വിചാരിച്ചാൽ അരക്ഷണം കൊണ്ട് സമ്പന്നനെ ദരിദ്രനാക്കാം, ദരിദ്രനെ സമ്പന്നനാക്കാൻ പറ്റും. സുന്ദരിയെ വിരൂപയാക്കാം, വിരൂപയെ സുന്ദരിയാക്കാൻ പറ്റും. അതല്ലേ കുബ്ജയുടെ കഥ. കുബ്ജയ്ക്ക് താടിക്കൊരു തട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ കുബ്ജയെപ്പോലെ ഒരു സുന്ദരി ഈ ലോകത്തില്ലായിരുന്നു. എന്തിനാ പറയുന്നത്? മനുഷ്യനെ ഉടലോടെ സ്വർഗത്ത് കൊണ്ടുപോകാൻ വരെ കഴിയും. സാക്ഷാൽ പൂങ്കാനത്തെ ഉടലോടെയല്ലേ അങ്ങ് സ്വർഗത്തേക്ക് കൊണ്ടുപോയത്. പക്ഷേ ഒറ്റ കണ്ടീഷൻ എന്താണ്? ഭഗവാന്റെ കാരുണ്യം നിങ്ങളിൽ പതിഞ്ഞിരിക്കണം. അതിന് നിങ്ങൾക്ക് യോഗ്യത വേണം. അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കാരുണ്യം തട്ടിയവർക്ക് എന്തും സാധ്യമാണ്. മരിച്ചവനെ പോലും ജീവിപ്പിക്കാൻ കഴിവുള്ളവനാണ് ആരെന്ന് പറയുന്നത്? ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഇവിടെ പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ, അതായത് 3-ാം ദശകത്തിൽ 2-ാമത്തെ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാടൊരു കാര്യം പറഞ്ഞു. അതിൽ അല്പം പശ്ചാത്തലം അദ്ദേഹത്തിന് തോന്നി. അതാണ് ഈ ശ്ലോകം. അതായത് 2-ാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം പറഞ്ഞു,
ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണസേവാ രസഭരേപ്യനാസക്തം. അതായത് ഗതക്ലിഷ്ടം, രോഗം കൊണ്ട് ഞാൻ വല്ലാതെ കഷ്ടപ്പെടുന്നത് കൊണ്ട് ഭഗവാനെ അങ്ങയുടെ പാദം സേവിക്കുമ്പോൾ ഒരാനന്ദം കിട്ടും. ആ ആനന്ദത്തിൽ പോലും എനിക്ക് താല്പര്യമില്ലാതായി പോയി എന്നൊരു വാക്ക് രണ്ടാമത്തെ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാടിൻ്റെ വായിൽ നിന്ന് വീണുപോയി. അതിന് ഒരു പ്രായച്ചിത്തം, ഒരു ക്ഷമ ചോദിക്കലാണ് ഏതെന്ന് പറയുന്നത് ഈ ശ്ലോകം. ഭഗവാന്റെ പാദസേവ ചെയ്യുമ്പോൾ ആനന്ദം അനുഭവിക്കുന്നവരാണെല്ലാവരും. അത് എനിക്ക് രോഗമുള്ളത് കൊണ്ട് പറ്റുന്നില്ല എന്നറിയാതെ പറഞ്ഞുപോയി. അത്രയ്ക്ക് വാതരോഗം ഭട്ടതിരിപ്പാടിനെ കഷ്ടപ്പെടുത്തിയിരുന്നു. ആ പരാതിയിൽ ഭട്ടതിരിപ്പാടിന് തന്നോട് തന്നെ ലജ്ജ തോന്നി. അതും കൂടി പ്രകടിപ്പിക്കുകയാണ് ഇവിടെ. അതായത് മനുഷ്യർക്ക് വേണ്ടത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കൃപയാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ സമ്പത്ത്, അറിവ്, ആയുസ്, ആരോഗ്യം, ആഗ്രഹിക്കുന്നതെന്തും താനേ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഭഗവാന്റെ കൃപ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരോഗ്യം കിട്ടും, സമ്പത്ത് കിട്ടും, ആയുസ് കിട്ടും, എന്ത് വേണമെങ്കിലും നിങ്ങൾ കിട്ടും. അങ്ങനെയുള്ള സമയത്ത് ഒരു നിസ്സാരമായ വാതരോഗം, അത് ഭഗവാൻ എത്രയോ നിസ്സാരമാണ്. അപ്പോൾ ഭഗവാന്റെ അടുത്ത് ചെന്ന് ഈ വാതരോഗം ഒന്ന് മാറ്റിത്തരണേ, എനിക്ക് അങ്ങയുടെ പാദസേവ ചെയ്തിട്ട് ആനന്ദം കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ മുകേഷ് അംബാനിയുടെ അടുത്ത് ചെന്ന് എനിക്ക് വിശക്കുന്നു 1 രൂപ തരുമോ എന്ന് ചോദിക്കുന്നത് പോലെ. അംബാനിക്ക് 1 രൂപ ആനക്കാരിയാണോ? മറിച്ച് എനിക്ക് വിശക്കുന്നു എന്ന് മാത്രം പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം ഇരട്ടി തന്നേനെ. ചിലപ്പോൾ നിങ്ങൾക്ക് 1 ലക്ഷം തന്നെ എഴുതി തരാൻ കഴിവുള്ള മനുഷ്യനാണ്. ആ മനുഷ്യൻ്റെ അടുത്ത് ചെന്ന് 1 രൂപ തരുമോ എന്ന് ചോദിക്കുന്നത് പോലെയാണ് നിങ്ങൾക്ക് സർവ്വ ആയുസ്സും ആരോഗ്യവും മരിച്ചവനെ പോലും ജീവിപ്പിക്കാൻ കഴിവുള്ള ഭഗവാന്റെ അടുക്കൽ ചെന്ന് എൻ്റെ വാതരോഗം എന്ന് മാറ്റിത്തരണേ എന്ന് പറയുന്നത്. അപ്പോൾ രോഗവും ദാരിദ്ര്യവും മൃത്യു പോലും വഴിമാറും ഭഗവാന്റെ കാരുണ്യത്തിൽ. അപ്പോൾ വളരെ നിസ്സാരമായ ഈ വാതരോഗത്തിൻ്റെ പേരിൽ താൻ പരാതി പറഞ്ഞു പോയല്ലോ ഭഗവാനോടെന്ന് ഇവിടെ ഭട്ടതിരിപ്പാട് വിഷമിക്കുന്നു. അപ്പം രണ്ടാമത്തെ ശ്ലോകത്തിൽ ഭഗവാനോടൊരു പരാതി പറഞ്ഞു. അതിച്ചിരി കടന്ന കൈയായി പോയി. ഭഗവാനെ, എനിക്ക് വാതരോഗമുള്ളതുകൊണ്ട് അങ്ങയുടെ പാദം സേവിക്കുന്നതിൽ പോലും താല്പര്യമില്ലാതായി തീർന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പം ഭട്ടതിരിപ്പാട് വിഷമിച്ചിട്ട് പറയുകയാണ്, അങ്ങയുടെ കാരുണ്യമുണ്ടെങ്കിൽ രോഗം ശമിക്കും, ദാരിദ്ര്യം മാറും, ആയുസ് കിട്ടും, സമ്പത്ത് കിട്ടും. കിട്ടാത്തതായിട്ട് എന്താണ് ഭഗവാനെ ഉള്ളത്? അത്രയ്ക്കുള്ള ഭഗവാന്റെ അടുത്ത് ഞാൻ അറിയാതെ ഈ നിസ്സാരമായ ഭഗവാൻ ഒന്ന് വിചാരിച്ചാൽ മാറുന്ന നിസ്സാരമായ വാതരോഗം മാറ്റിത്തരാത്തത് കൊണ്ട് എനിക്ക് അങ്ങയിൽ ഭക്തി പോലും വരുന്നില്ല എന്ന് പറഞ്ഞത് അബദ്ധമായി പോയി എന്ന് ഖേദിക്കുകയാണ് ഒന്നാമത്തെ വരി. അപ്പൊ കൃപാതേ കണ്ടില്ലേ, കൃപാതേ അങ്ങയുടെ കാരുണ്യം ജാത ഉണ്ടെങ്കിൽ ഏതാണ് ചേത് കിം ഇവ, എന്തൊക്കെ തന്നെ നഗി ലഭ്യം, എന്താണ് ലഭിക്കാത്തത്? തനുഭൃതാം മനുഷ്യർക്ക് എന്താണ് ലഭിക്കാത്തത്? ഇതാണ് ഒന്നാമത്തെ വരിയുടെ അർത്ഥം. ഇനി നമുക്ക് രണ്ടാമത്തെ വരിയിലേക്ക് വരാം. എന്താണ് രണ്ടാമത്തെ വരി? മദീയ ക്ലേശൗഖ പ്രശമന ദശാനാമ കിയധീ. മദീയ, എൻ്റെ ഭഗവാനെ, എൻ്റെ ക്ലേശൗഖ പ്രശമന ദശ എന്ന് പറഞ്ഞാൽ എൻ്റെ കഷ്ടപ്പാടുകൾ ഇല്ലാതാക്കുക എന്നത്. നാമ കിയതി, എത്ര നിസ്സാരമാണ്. ഇവിടെ ഒന്നാം വരിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കവി വീണ്ടും പറഞ്ഞിരിക്കുന്നത്. അതായത് എൻ്റെ കഷ്ടപ്പാട് എന്നത് വാതരോഗമാണ്. ഭട്ടതിരിപ്പാടാ പറയുന്നത്. കവിയായ ഭട്ടതിരിപ്പാട് പറയുകയാണ്, എൻ്റെ കഷ്ടപ്പാടുകൾ എന്ന് പറയുന്നത് വാതരോഗം. ആ വാതരോഗം മാറ്റുക ഭഗവാന് എത്ര നിസ്സാരമാണ്. വെറുതെ കൈകൊണ്ട് താടിക്കൊരു തട്ട് കൊടുത്തപ്പോൾ വിരൂപയായി തീർന്ന
എല്ലാവരും വെറുത്തിരുന്ന ആ കുബ്ജ ഉണ്ടല്ലോ സൗന്ദര്യ റാണിയായിട്ട് മാറി അല്ലേ? അതേ കണക്ക് തന്നെ ദ്രൗപദിയെ വലിച്ചിഴച്ചുകൊണ്ട് വന്ന് വസ്ത്രമഴിച്ചപ്പോൾ ആ വസ്ത്രം അഴിച്ചവൻ മോഹാലസ്യപ്പെട്ട് വീണുപോയി. ആ വസ്ത്രം അഴിക്കും തോറും കൂടുതൽ കൂടുതൽ വസ്ത്രങ്ങൾ ഇങ്ങനെ ദ്രൗപദിക്ക് ലഭിച്ചുകൊണ്ടേയിരുന്നു. അപ്പൊ ദ്രൗപദിക്ക് വസ്ത്രം കൊടുത്തവൻ, കുബ്ജയെ അതീവ സുന്ദരിയാക്കിയവൻ, ദ്രൗപദിയുടെ വസ്ത്രമഴിച്ച ദുശാസനനെയും മറ്റും ബോധരഹിതനായി വീഴ്ത്തിയവൻ, പാഞ്ചാലിക്ക് ചേല നൽകിയവൻ, ഒരു ചീരയില കൊണ്ട് പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളുടെയും വിശപ്പ് ശമിപ്പിച്ചവനാണ് ഗുരുവായൂരപ്പൻ കൃഷ്ണൻ. പിടികിട്ടിയ ഒരു ചീരയില ഭഗവാൻ ഒരു ചീരയില എടുത്തങ്ങോട്ട് ഭക്ഷിച്ചപ്പോൾ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളും വയറ് നിറഞ്ഞ് ഏമ്പക്കം വിടാൻ തുടങ്ങി. അതാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അത്ഭുതമെന്ന് പറയുന്നത്. ആർക്കും തടുക്കാൻ കഴിയാത്ത നാഗാസ്ത്രം പ്രയോഗിച്ചപ്പോൾ ആ നാഗാസ്ത്രത്തിൽ നിന്നും രഥം താഴ്ത്തി എന്ത് ചെയ്ത് അർജുനനെ രക്ഷിച്ചവൻ, നാഗാസ്ത്രത്തിൽ നിന്നും അർജുനനെ രക്ഷിച്ചവൻ. അതേ കണക്ക് തന്നെ ഇന്ദ്രന്റെ വജ്രായുധം അല്ലേ, അത് മറ്റൊരാൾക്ക് വേണ്ടി പ്രയോഗിപ്പിച്ചു കൊടുത്തവനാണ് ആരെന്ന് പറയുന്നത് ഘടോത്കചനെ ഇറക്കി വിട്ടിട്ട് ഘടോത്കചനെ വധിക്കാൻ അതെടുക്കാൻ നിർബന്ധിതനാക്കി തീർത്തവനാണ് ആരെന്ന് പറയുന്നത് സാക്ഷാൽ ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പം അർജുനനെ പോലും യുദ്ധഭൂമിയിൽ രക്ഷിച്ചു നിർത്തിയവനാണ് ഭഗവാൻ. യുദ്ധം തീർന്നു കഴിഞ്ഞപ്പോൾ അർജുനൻ പറഞ്ഞു ഭഗവാനെ ഇറങ്ങാൻ. ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ ഇറങ്ങാൻ. അത് കഴിഞ്ഞ് ആ ഭഗവാൻ ഇറങ്ങിയപ്പോൾ രഥം കത്തിപ്പോയി. അപ്പോൾ പറഞ്ഞു ദിവ്യാസ്ത്രങ്ങളേറ്റ് നിന്റെ രഥം എപ്പോഴേ കത്തേണ്ടതാണ്, അത് കത്താതിരുന്നത് ഞാൻ ഇതിനകത്തുള്ളത് കൊണ്ടാണ്. അപ്പം കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ രഥം കത്തിപ്പോകേണ്ട രഥം കത്താതെ അർജുനൻ കരിഞ്ഞ് ചാമ്പലാകേണ്ട അർജുനനെ കത്തിക്കരിയാതെ കാത്തിരക്ഷിച്ചവനാണ് ഭഗവാൻ. നാദം നഷ്ടപ്പെട്ടപ്പോൾ സാക്ഷാൽ ചെമ്പൈക്ക് നാദം തിരിച്ചു കൊടുത്തവനാണ് ഭഗവാൻ. ഉടലോടെ പൂന്താനത്തെ സ്വർഗത്ത് കൊണ്ടുപോയവൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ. കുചേലന് 3 ലോകങ്ങളും നൽകാൻ തയ്യാറായവൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണന്റെ ഈ മഹിമകള് എണ്ണിയാൽ ഒടുങ്ങുമോ? ഭട്ടതിരിപ്പാട് ഇവിടെ പശ്ചാത്തപിക്കുകയാണ്. ഈ ഭഗവാന്റെ അടുത്താണല്ലോ ഞാൻ പറഞ്ഞു പോയത് വാതരോഗം മാറ്റാത്തത് കൊണ്ട് ഭഗവാനെ അങ്ങയിൽ എനിക്ക് ഭക്തി ഉറയ്ക്കുന്നില്ല എന്ന് പറഞ്ഞു പോയത്. അപ്പോൾ എന്താണ്? അതീവ വിരൂപയായ കുബ്ജയെ സുന്ദരിയാക്കിയവൻ കൃഷ്ണൻ. പാഞ്ചാലിക്ക് ചേലയഴിച്ചപ്പോൾ ചേല കൊടുത്തവൻ കൃഷ്ണൻ. പാഞ്ചാലിയുടെ ചേലയഴിച്ചവൻ ശരീരം തളർന്ന് മോഹാലസ്യപ്പെട്ടവനെ വീഴ്ത്തിയവൻ കൃഷ്ണൻ. ഒരു ചീരയില ഭക്ഷിച്ചപ്പോൾ സമസ്ത ജീവജാലങ്ങളുടെയും ആ വിശപ്പടക്കിയവൻ കൃഷ്ണൻ. ദുർവാസാവിൻ്റെ ശാപത്തിൽ നിന്നും അങ്ങനെ ദ്രൗപദിയെ രക്ഷിച്ചവൻ കൃഷ്ണൻ. നാഗാസ്ത്രം കർണൻ പ്രയോഗിച്ചപ്പോൾ അതിൽ നിന്നും രഥം താഴ്ത്തി അർജുനനെ രക്ഷിച്ചവൻ കൃഷ്ണൻ. രഥം കത്താതെ കുരുക്ഷേത്ര ഭൂമിയിൽ താങ്ങി നിർത്തിയവൻ കൃഷ്ണൻ. ചെമ്പയ്ക്ക് നാദം നിലച്ചപ്പോൾ നാദം കൊടുത്തവൻ കൃഷ്ണൻ. പൂന്താനത്തെ ഉടലോടെ കൊണ്ടുപോയവൻ കൃഷ്ണൻ. കുചേലന് ഒരു കൊച്ച് അവിരുവാരി തിന്നതോടുകൂടി 3 ലോകങ്ങളും സ്വന്തമാക്കാൻ വരെ അവസരം കൊടുക്കാൻ ശ്രമിച്ചവൻ ശ്രീകൃഷ്ണൻ. ഭഗവാന്റെ പാദധൂളി, ഭക്തന്മാരുടെ പാദധൂളികളെ പൂജിച്ചുകൊണ്ട് സകല ഭക്തന്മാരെയും ധന്യനാക്കിയവൻ ശ്രീകൃഷ്ണൻ. ആ കൃഷ്ണന് ഭട്ടതിരിപ്പാടിൻ്റെ വാതരോഗം ഒന്നുമില്ല. എത്ര നിസ്സാരം! അത് മാറ്റാത്തതിന് ഭഗവാനോട് പരിഭവം പറഞ്ഞതിൽ ഇവിടെ ആര് സങ്കടപ്പെടുകയാണ്? ഭട്ടതിരിപ്പാട് സങ്കടപ്പെടുകയാണ് ചെയ്യുന്നത്. അതാണ് ആ വരി. മദീയ, എൻ്റെ ക്ലേശൗഖ, എൻ്റെ കഷ്ടപ്പാട്, വാതരോഗം
പ്രശമന ദശനാമ, ഇല്ലാതാക്കുക നാമകിയതി, എത്ര എളുപ്പം. ഇതാണ് രണ്ടാമത്തെ വരി. ഇനി നമുക്ക് മൂന്നാമത്തെ വരിയിലേക്ക് വരാം. ന കേ കേ ലോകേ അസ്മിൻ അനിശ്യമയി ശോകാതിരഹിത. ന കേ കേ, ഏതേത്, ഏതെല്ലാം, ലോകേ അസ്മിൻ അനിശ്യമയി, ഈ ലോകത്തിൽ എല്ലായ്പ്പോഴും, ശോകാഭിരഹിത, ദുഃഖങ്ങളൊന്നും തന്നെ ഇല്ലാതെ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ വരിയിൽ എന്താ പറയുന്നത്? ഭഗവാന്റെ ഭക്തന്മാർക്ക് ഈ ലോകത്ത് ഒരിക്കലും ദുഃഖമുണ്ടാകില്ല. അത് ഗ്യാരണ്ടിയാണ്. ഭഗവാന്റെ ഭക്തനാണോ നിങ്ങൾ, കൃഷ്ണഭക്തനാണോ നിങ്ങൾ, നിങ്ങൾക്കൊരിക്കലും ദുഃഖമുണ്ടാവുകയില്ല. എന്തെങ്കിലും കാരണത്താൽ നിങ്ങൾ ദുഃഖിക്കുന്നു എങ്കിൽ നിങ്ങൾ ഭഗവാന്റെ ഉത്തമ ഭക്തനല്ല. സത്യത്തിൽ കൃഷ്ണഭക്തർ പലരും പറയും കൃഷ്ണൻ പരീക്ഷിക്കും, കൃഷ്ണനിട്ട് വട്ടം കറക്കും, കൃഷ്ണഭക്തർക്ക് എപ്പോഴും ദുഃഖമാണ്. തെറ്റാണത്. കൃഷ്ണ ഭഗവാൻ ബ്രഹ്മവൈവർത്ത പുരാണം ഉൾപ്പെടെയുള്ള പല പുസ്തകങ്ങളിലും ഭഗവാൻ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ശക്തി രാധയാണ്, എൻ്റെ ശക്തി രാധയാണ്. രാധയെ പൂജിക്കാതെ എന്നെ പൂജിച്ചാൽ എനിക്ക് ഒന്നും പറ്റില്ല, നിങ്ങൾ നരകത്തിൽ പതിക്കുന്ന പാപമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ലേ, പാർവതിയെ ഭജിക്കാതെ നിങ്ങൾ ശിവനെ ഭജിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ശങ്കരാചാര്യ സ്വാമിക്ക് കിട്ടിയില്ല, പിന്നെ അതിന് നിങ്ങൾക്ക്. ശങ്കരാചാര്യ സ്വാമി പാർവതിയെ ഭജിക്കാതെ ശിവനെ മാത്രം ഭജിച്ചു, ദേവിയെ മാറ്റി നിർത്തി. ഒടുവിൽ നിന്നെടുത്ത് നിന്ന് ശങ്കരാചാര്യ സ്വാമിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ശിവനെ വിളിച്ചപ്പോൾ ശിവൻ പറഞ്ഞു, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ദേവി ഇല്ലാതെ, സ്ത്രീ ഇല്ലാതെ പുരുഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. സ്ത്രീ ഇല്ലാതെ പുരുഷൻ എന്ത് ചെയ്താലും അത് പരാജയത്തിൽ കലാശിക്കും. അതുകൊണ്ടാണ് സ്വന്തം ഭാര്യയെ വഞ്ചിച്ചുകൊണ്ട് ഏത് പ്രവൃത്തി ചെയ്യുന്നവനും ഒടുവിൽ ചെന്ന് കുഴിയിൽ ചാടുന്നതിൻ്റെ രഹസ്യമതാണ്. സ്ത്രീയാണ് ഏറ്റവും പ്രധാനം. ഒടുവിൽ ശങ്കരാചാര്യ സ്വാമികൾക്ക് തൻ്റെ തെറ്റു മനസ്സിലാവുകയും പാർവതീദേവിയെ പുകഴ്ത്തിക്കൊണ്ട് ഓട്ടൻ അവിടെ നിന്ന് എഴുതിയതാണ് സൗന്ദര്യ ലഹരി എന്ന പുസ്തകം. അതുകൊണ്ട് രാധയെ ഭജിക്കാതെ കൃഷ്ണനെ ഭജിച്ചിരിക്കുന്നവരെ അവർ യഥാർത്ഥത്തിൽ ഭക്തി മൂത്ത് പ്രാന്ത് പിടിച്ച് നടക്കുന്ന കുറേ എണ്ണമുണ്ട്. മനസ്സിലായ? ഭക്തി മൂത്ത് പ്രാന്ത് പിടിച്ച് നടക്കുന്ന കുറേ എണ്ണമുണ്ട്. രാധാറാണിയെ മാറ്റി നിർത്തിയിട്ട് കൃഷ്ണൻ 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 എന്നും പറഞ്ഞ് നടക്കും. കൃഷ്ണൻ എന്നാൽ രാധയാണ്, രാധ കൃഷ്ണൻ. ശിവൻ എന്നാൽ പാർവതിയാണ്. പാർവതി ഇല്ലാതെ ശിവൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ഉത്തമ ഭക്തനായി മാറിയാൽ നിങ്ങൾക്കൊരിക്കലും എന്തുണ്ടാകുന്നില്ല, ദുഃഖം എന്നതുണ്ടാകുന്നില്ല. നിങ്ങൾ കണ്ടില്ലേ, ഞാൻ രാധയെ ഭജിക്കുകയാണ്, സാക്ഷാൽ രാധാറാണിയെ ഭജിക്കുകയാണ്. എപ്പോഴെങ്കിലും ഞാൻ വിഷമിച്ച്, നിങ്ങളെന്നല്ല, അത് എൻ്റെ സ്റ്റുഡൻസ് എപ്പോഴും പറയും, സാറ് വിഷമിച്ച് ഞങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടില്ല എന്ന്. എനിക്ക് വിഷമമൊന്നുമില്ല. കാരണം എന്തുകൊണ്ട്? ഞാൻ രാധാഭക്തനാണ്. രാധയെ റാണിയെ വിളിച്ചിട്ടാ കൃഷ്ണനെ വിളിക്കുന്നത്. അപ്പോൾ എന്നെ രണ്ടുപേരും അനുഗ്രഹിച്ചു കഴിഞ്ഞു. ഇനിയും അങ്ങനെ തന്നെ അങ്ങോട്ട് പോകട്ടെ. ഇനി നിങ്ങളുടെ മറ്റൊരു കുഴപ്പം, നിങ്ങളുടെ സ്നേഹം പലരിലേക്ക് ചെതറിപ്പോകുന്നു എന്നുള്ളതാണ് കുഴപ്പം. നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കേട്ടോ, നിങ്ങൾ നിങ്ങളുടെ അമ്മയെ സ്നേഹിക്കുന്നു, അച്ഛനെ സ്നേഹിക്കുന്നു, ഭർത്താവിനെ, ഭാര്യയെ, മക്കളെ എല്ലാം സ്നേഹിച്ചിട്ട് ബാക്കി വരുന്ന സ്നേഹമാണ് ഭഗവാന് കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതിലൂടെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നതിലൂടെ അവരെ കഷ്ടപ്പെടുത്തുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ മക്കൾ അവരോടൊന്നും ഒട്ടരുത്. ഒട്ടാതെ, ഇത് കഴിഞ്ഞ ജന്മത്ത് വേറെ ആരെയോ മക്കൾ, ഈ ജന്മത്ത് എൻ്റെ മകൻ, അടുത്ത ജന്മത്ത് ഇത് വേറെ ആരുടെയോ മകൻ, ഇവരെ എൻ്റെ വയറ്റിൽ ഈ ജന്മം പിറന്നതുകൊണ്ട് അവർക്ക് വേണ്ടുന്നത് ചെയ്യണം. ഒട്ടാതിരിക്കുക. എന്നിട്ട് ഈ മക്കൾക്ക് കൊടുക്കുന്ന സ്നേഹവും കൂടെ ഭഗവാന് കൊടുക്കുക. അപ്പോൾ പിന്നെ എന്തു പറ്റി? നിങ്ങളിൽ ഭഗവാൻ തൃപ്തനാവുകയും നിങ്ങളെ വിഷമിപ്പിക്കാതിരിക്കുന്നതിനു വേണ്ടി ഭഗവാനിലുള്ള ശ്രദ്ധ ഉറച്ച് അതിന് തടസ്സം വരാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ മക്കളെയും നിങ്ങളെ ആശ്രയിച്ച് കഴിയുന്നവരെയും കൂടെ ഭഗവാൻ സംരക്ഷിച്ചുകൊള്ളും. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ എന്തോരം മനസ്സിലായ?
നിങ്ങളങ്ങ് മക്കളെ സംരക്ഷിക്കാൻ ഇറങ്ങിത്തിരിക്കുക. ആർക്കെങ്കിലും ഇതുവരെ പറ്റിയിട്ടുണ്ടോ? ഇരട്ട വിളക്ക കിടന്ന ദുഃഖമില്ല, എൻ്റെ മോള് കല്യാണം നടക്കുന്നില്ല, എൻ്റെ മോന് ജോലി കിട്ടുന്നില്ല, അതൊക്കെ മാറ്റിവെയ്. അത് അവൻ്റെ വിധി അനുസരിച്ച് എൻ്റെ ഭഗവാൻ കൊടുക്കുമെന്നും പറഞ്ഞ് അവനെ അവൻ്റെ ഇതിന് വിടുക. വിട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഭഗവാനിലേക്കങ്ങ് കേന്ദ്രീകരിക്കുക. അപ്പോൾ ഇവിടെ വീട്ടിൽ നിങ്ങളുടെ മക്കൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾക്കൊരു അസ്വസ്ഥത ഉണ്ടാകുന്നത് ഭഗവാന് സഹിക്കാൻ പറ്റാതെ വരികയും നിങ്ങളുടെ മക്കളെയൊക്കെ ആര് സംരക്ഷിച്ചോളും? ഭഗവാൻ സംരക്ഷിച്ചോളും. അപ്പം നിങ്ങളുടെ സ്നേഹം പലയിടത്തേക്ക് ചെതറിപ്പോകും. സൂര്യപ്രകാശം ഈ പ്രപഞ്ചം മുഴുവനുമുണ്ട്. അതിനെ ഒരു പ്രിസം വെച്ചിട്ട് അതിലേക്ക് കേന്ദ്രീകരിച്ചാൽ അതിൻ്റെ അടുത്ത് പേപ്പർ വെച്ചാൽ കത്തിപ്പോകുമെന്ന് നിങ്ങൾ സയൻസിൽ പഠിച്ചിട്ടില്ലേ? ഒരിടത്ത് കേന്ദ്രീകരിച്ചാൽ മതി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല. അപ്പോൾ മാത്രമാണ് നിങ്ങൾ ആരാകുന്നത്? യഥാർത്ഥ ഭക്തരാകുന്നത്. അല്ലാതെ മാസത്തിലൊരിക്കൽ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോയതുകൊണ്ടോ ഏതെങ്കിലും സംഘടനയിൽ അംഗമായതുകൊണ്ടോ ഒരു ഫോൺ വരുമ്പോൾ എടുത്ത് ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞതുകൊണ്ടോ എന്താകത്തില്ല? നിങ്ങൾ കൃഷ്ണന്റെ ഉത്തമ ഭക്തരാകില്ല. യഥാർത്ഥ കൃഷ്ണഭക്തൻ രാധാറാണിയെ ഭജിക്കും, രാധാജിയെയും ഭജിക്കും. രാധാജി ഇല്ലാതെ അവന് കൃഷ്ണനെ സ്മരിക്കാൻ പോലും പറ്റില്ല. അവൻ ഒന്നിനോടും ഒട്ടില്ല. എന്നാൽ എല്ലാവർക്കും വേണ്ടത് ചെയ്തും കൊടുക്കും. ആ സ്നേഹവും കൂടെ ഭഗവാന് കൊടുക്കും. അപ്പോൾ നിങ്ങൾ യഥാർത്ഥ കൃഷ്ണഭക്തരായി മാറിക്കഴിഞ്ഞു. കൃഷ്ണൻ പറയുന്നുണ്ട് അർജുനനോട്, ഹേ അർജുന, ഏതൊരുവനാണോ തൻ്റെ കാമുകിയെ കാണാത്തത് കൊണ്ട് മനസ്സ് നീറി കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുന്നത്, അതുപോലെ ഏതൊരുവനാണോ എന്നെ കാണാത്തത് കൊണ്ട് അവൻ്റെ ഹൃദയം നീറി കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നത്, ആ നിമിഷം ഞാൻ അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കും. അവൻ എൻ്റെ പ്രിയഭക്തനായി മാറും. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, നിങ്ങളുടെ മകൾ വരാൻ അല്പം താമസിച്ചാൽ നിങ്ങൾ ഉത്കണ്ഠപ്പെടുന്നത് പോലെ ഭഗവാനെ ഒന്ന് പ്രത്യക്ഷപ്പെടാത്തതിൽ ഒന്ന് ഉത്കണ്ഠപ്പെടുന്നുണ്ടോ? ഭഗവാനെ കാണാത്തത് കൊണ്ട് എന്നെങ്കിലും നിങ്ങളുടെ മനസ്സ് നീറിയിട്ടുണ്ടോ? നീറിയിട്ടുണ്ടെങ്കിൽ ആ നിമിഷം നിങ്ങളുടെ ദുഃഖം അസ്തമിക്കും. ഭഗവാന്റെ ഉത്തമ ഭക്തനായി മാറും. പിന്നെ നിങ്ങൾക്ക് ദുഃഖങ്ങളൊന്നും വരില്ല. ഇത് മനസ്സിലാക്കാൻ ഞാൻ അല്പം വൈകിപ്പോയി എന്നാണ് ഈ വരിയിലൂടെ ഭട്ടതിരിപ്പാട് പറഞ്ഞത്. ഇനി നമുക്ക് നാലാമത്തെ വരിയാണ്. നാലാമത്തെ വരി എന്തെന്ന് നോക്കേ. ഭവത് ഭക്ത മുക്ത സുഖഗതി മസക്ത വിദധതേ. ഭഗവത് ഭക്ത, അങ്ങയുടെ ഭക്തന്മാര് മുക്ത, സർവ്വതിൽ നിന്നും മോചിക്കപ്പെട്ടവരാണ്. ലൗകിക സുഖങ്ങൾ വേണം എന്ന ആഗ്രഹങ്ങളിൽ നിന്ന് മോചിക്കപ്പെട്ടവരാണ്. സുഖഗതി മസക്ത, അത് പിരിച്ചെടുക്കുമ്പോൾ സുഖഗതിം അധികം അസക്ത, സുഖത്തിൽ അല്പം പോലും താല്പര്യമില്ലാത്തവരാണ്. അസക്തരാണ്. സക്തി താല്പര്യം, അസക്തം താല്പര്യമില്ലായ്മ. വിദധതേ, വിദധതേ ചെയ്യുന്നു. പക്ഷേ ഇവിടെ ഇതിന് മൂന്നാമത്തെ വരി തുടങ്ങുന്ന ന്യായുമായി ചേർത്ത് ന വിദധതേ ചെയ്യുന്നില്ല. അതായത് ഭട്ടതിരിപ്പാട് പറയുന്നത് ഭഗവാന്റെ ഭക്തന്മാർക്ക് ലൗകികപരമായി ലഭിക്കുന്ന ഒരു സുഖങ്ങളോടും ആസക്തിയില്ല. ഭഗവാന്റെ യഥാർത്ഥ ഭക്തന് കാറ് വേണമെന്നില്ല, വീട് വേണമെന്ന് ആഗ്രഹമില്ല, ജോലി വേണമെന്ന് ആഗ്രഹമില്ല, മോളെ കെട്ടിച്ചു വിടണമെന്ന് ആഗ്രഹമില്ല, അതായത് മോന് ജോലി കിട്ടണമെന്ന് ആഗ്രഹമില്ല, ഒന്നുമില്ല. കാരണം വാക്കീറിയ ദൈവം അന്നവും തരും. നിങ്ങൾ ഒരു ദൈവത്തെ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മകളുടെ കല്യാണം ആ ആള് നടത്തിത്തരും, നിങ്ങളുടെ മകൻ്റെ ജോലി ആ ആള് നടത്തിത്തരും. നിങ്ങൾക്കത്ര വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ഞാൻ ശ്രമിച്ചാലേ നടക്കൂ എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ യഥാർത്ഥ ഭക്തർക്ക് ഒന്നിനും താല്പര്യമില്ല, ഒരു ലൗകിക സുഖത്തിലും. അവർക്ക് മണിമാളികയും വേണ്ട, കാറും വേണ്ട, മക്കളുടെ ജോലി
ജോലി, കല്യാണം, ദാമ്പത്യ സൗഖ്യം അവരൊന്നും ആഗ്രഹിക്കുന്നില്ല. അവരൊന്നു മാത്രം ഭഗവാനെ എനിക്ക് ഭഗവാൻ മതിയേ, അങ്ങനെ ആഗ്രഹിക്കുന്നവരെല്ലാം കിട്ടും. അപ്പോൾ കാറ് കിട്ടിയാൽ അതിൽ സഞ്ചരിച്ചോളൂ, വീട് വെച്ചോളൂ, മകളുടെ കല്യാണം നല്ല കാര്യം. പക്ഷെ അതിനോട് ആസക്തി പാടില്ല യഥാർത്ഥ ഭഗവാന്റെ ഭക്തർക്ക്. ആ ഭക്തന്മാർ എന്നും സന്തോഷത്തോടെ ജീവിക്കുകയും സമയം കിട്ടുമ്പോഴെല്ലാം ഭഗവാന്റെ ക്ഷേത്രങ്ങളിലേക്ക് പോയി സഞ്ചരിച്ച് അവിടെ തൊഴുകയും ചെയ്യും. യഥാർത്ഥ ഭഗവാന്റെ ഭക്തന്മാർക്ക് 2 ഗുണങ്ങളുണ്ടെന്നാണ് ഭട്ടതിരിപ്പാടി വരികളിൽ പറയുന്നത്. 1 ഭക്തർ, ഭക്തി. 2 അസക്തി, അസക്തർ. അതായത് ഭക്തി, അസക്തർ. അസക്തർ എന്ന് പറഞ്ഞാൽ ഒട്ടലില്ല. ഈ 2 ഗുണങ്ങളും ഉണ്ടാകുമ്പോൾ അവർ മുക്തരായി. 1 ഭക്തര്, 2 അസക്തര്. ഈ 2 ഗുണങ്ങളും ചേരുമ്പോൾ അവർ മുക്തരായെന്ന് പറഞ്ഞാൽ ലൗകികമായ സുഖങ്ങളിൽ താല്പര്യമില്ലാത്തവരായി മാറി. അപ്പം ഭഗവാന്റെ ഭക്തര് അസക്തരാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ലൗകികമായി കിട്ടുന്ന ഒന്നിലും അവർക്ക് താല്പര്യമില്ല. നിങ്ങൾക്ക് ഈ 2 ഗുണങ്ങളിൽ 1 ഗുണമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളെ ഒരിക്കലും ഭക്തർ എന്ന് വിളിക്കാൻ കഴിയില്ല. പലരും പറയും ഞാൻ കൃഷ്ണഭക്തനാണ്, രാധാഭക്തനാണ്, മുരുകഭക്തനാണ്, ശിവഭക്തനാണ്. യഥാർത്ഥത്തിൽ ഭട്ടതിരിപ്പാട് പറയുന്നത് അങ്ങനെ പറഞ്ഞത് കൊണ്ടോ അമ്പലത്തിൽ പോയത് കൊണ്ടോ മന്ത്രം ചൊല്ലിയത് കൊണ്ടോ എന്നും നിങ്ങൾ ഭക്തരാകില്ല. നിങ്ങൾക്ക് 1 ഗുണം നഷ്ടപ്പെട്ടു പോയി. നിങ്ങൾ ഭക്തരാണ്, ആ ഗുണമുണ്ട്. നിരീശ്വരവാദിയല്ല, ഭക്തരാണ്. 2 സക്തരാണ് എന്ന് പറഞ്ഞാൽ ഒരേ സമയം നിങ്ങളുടെ ഉള്ളിൽ ഭക്തിയുമുണ്ട്, ലൗകിക സുഖങ്ങൾ വേണമെന്ന് പറയുന്ന താല്പര്യവുമുണ്ട്. അതായത് കാറ് വേണമെന്നുണ്ട്, വീട് വേണമെന്നുണ്ട്, മക്കൾ ജോലി കിട്ടണമെന്നുണ്ട്, പഠിക്കണമെന്നുണ്ട്, കല്യാണം വേണമെന്നുണ്ട്, കൊച്ചുമക്കളെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഇവരെയാണ് സക്തർ എന്ന പേര് വിളിക്കുന്നത്. ഒരു കൂട്ടരാകട്ടെ ഭക്തരുമാണ്, അനാസക്തരുമാണ്. നിങ്ങളാകട്ടെ ഭക്തരാണ്, പക്ഷെ ആരല്ല, സക്തര് അല്ല. യഥാർത്ഥ ഭഗവാന്റെ ഭക്തന്മാര് ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ ലോകത്തിലെ ഒരു സുഖങ്ങളിലും താല്പര്യമില്ലാത്തവരായി ജീവിക്കും. ഇവരെ ജീവൻ മുക്തന്മാരെന്ന പേര് വിളിക്കുന്നു. ഈ ലോകത്ത് ജീവിക്കുകയാണ്. ഇപ്പം ഞാൻ പറഞ്ഞുതരാം, ഞാൻ ഈ ലോകത്ത് ജീവിക്കുകയാണ്, എനിക്ക് ഈ ജീവിതത്തിലെ ഒരു സുഖങ്ങളിലും എനിക്ക് താല്പര്യമില്ല. വരുന്ന സുഖം അനുഭവിക്കുകയും ചെയ്യും. നമുക്ക് തരുന്നത് അനുഭവിക്കാം. ഭഗവാൻ നമുക്ക് എന്ത് സുഖം തരുന്നുവോ അത് നമുക്ക് അനുഭവിക്കാം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭൂമി മലയാളത്തിൽ ഒന്നിലും ഒരാഗ്രഹമില്ല, ഒന്നിനോടും ഒരു ആഗ്രഹമില്ല. പക്ഷേ ഭഗവാൻ എനിക്ക് എന്ത് സുഖമാണോ തരുന്നത് അത് ഞാൻ സുഖമായി ആസ്വദിക്കുകയും ചെയ്യും. അത്രയേ ഉള്ളൂ. ഇവരെയാണ് ജീവൻ മുക്തന്മാരെന്ന് പറയുന്നത്. നിങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്നു, ഭഗവാന്റെ രൂപം സ്മരിക്കുന്നു, ഭഗവാന്റെ ഗുണഗണങ്ങളാകുന്ന കഥകൾ പറയുന്നു, കേൾക്കുന്നു, എന്നിട്ടും ദുരിതം അനുഭവിക്കുന്നു. പലരും പറയാറുണ്ട്, ഞാൻ അമ്പലത്തിൽ പോകാറുണ്ട്, ഞാൻ നേർച്ച നേരാറുണ്ട്, വെളുപ്പിനെ എഴുന്നേറ്റിരുന്ന് സഹസ്രനാമം ചൊല്ലാറുണ്ട്, എന്നും സന്ധ്യയ്ക്ക് പ്രാർത്ഥന ചൊല്ലാറുണ്ട്, എന്നിട്ടും എനിക്ക് എന്നും ദുരിതങ്ങളാണല്ലോ. എന്താ കാരണം? ഇത്രയും ചെയ്തതുകൊണ്ട് ദുരിതം ഒഴിയില്ല എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു. നിങ്ങൾ ഭക്തരായി ഭഗവാന്റെ നാമം ജപിച്ചു, ഭഗവാന്റെ രൂപം സ്മരിച്ചു, സഹസ്രനാമങ്ങളുമൊക്കെ ചൊല്ലുന്നു, ഇതുകൊണ്ട് മാത്രം കാര്യമില്ല. അപ്പോഴും നിങ്ങൾ ദുരിതം അനുഭവിക്കും. ദുരിതം അനുഭവിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ ആരാകണം? അസക്തരാകണം. നിങ്ങൾ സക്തരായിരിക്കുവോളം കാലം നിങ്ങൾക്ക് എന്ത് ചെയ്യും? ദുരിതങ്ങൾ ഉണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, സക്തരെന്ന് പറഞ്ഞാൽ അമ്മമാർക്ക് മനസ്സിലായില്ലേ? ഈ ലോകത്ത് കാണുന്ന സുഖങ്ങളിൽ താല്പര്യമുണ്ട്. അപ്പം ഈ ലോകത്ത് കാണുന്ന സുഖങ്ങളിൽ താല്പര്യമുള്ളിടത്തോളം കാലം ദുരിതം നിങ്ങൾക്കുണ്ടാകും. അതിന് ഭഗവാൻ ശ്രീകൃഷ്ണന് ഒന്നും ചെയ്യാനില്ല.
എനിക്ക് കാറ് വേണം, ബംഗ്ലാവ് വേണം, ജോലി കിട്ടണം, ജോലി സ്ഥലത്തെ സ്ഥിരത വേണം, പിന്നെ അവരങ്ങനെ പറയുന്നു, ഇവരിങ്ങനെ പറയുന്നു, എനിക്ക് സ്നേഹം വേണം. ഈ ചിന്ത ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ദുരിതങ്ങൾ നിങ്ങളുടെ കൂടപ്പിറപ്പാണ്. ഈ ചിന്ത മനസ്സിൽ വെച്ചിട്ട് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചത് കൊണ്ട് ദുരിതം ഒരു കാരണവശാലും ഒഴിയില്ല എന്നാണ് പറയുന്നത്. ക്ഷുദ്രങ്ങളാണ് ഈ ഭൗതിക മോഹങ്ങൾ, ക്ഷുദ്രങ്ങളാണ്. അതിനു വേണ്ടിയാണ് നിങ്ങൾ ഭക്തി സ്വീകരിച്ചത്. ക്ഷുദ്രങ്ങളായ ഭൗതിക സുഖങ്ങൾ നേടുന്നതിനുള്ള ഉപാധിയാക്കി നിങ്ങൾ ഭക്തി മാറ്റരുത്. നിങ്ങൾ അതല്ലേ ചെയ്യുന്നത്. എനിക്ക് ഭഗവാനോട് ഭക്തിയാ, എൻ്റെ കുഞ്ഞിന് ഈ പരീക്ഷ പാസ്സാകണേ, എൻ്റെ മോക്ക് ഈ വരുന്ന ആലോചന ഉറയ്ക്കണേ. കണ്ടോ, ക്ഷുദ്രമോഹങ്ങൾ കൊണ്ട്. ഭക്തി എന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ച് എടുക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ്. നിങ്ങൾക്ക് എപ്പോഴും ഭഗവാനോട് എൻ്റെ മോടെ കല്യാണം നടക്കണം, മോൻ്റെ ഇത് നടക്കണം, എനിക്ക് ആരോഗ്യം വേണം, എനിക്ക് രോഗം വരരുത്, മരിച്ചു കഴിഞ്ഞ് മോക്ഷവും കിട്ടണം. കണ്ടോ, എന്തെല്ലാം ആഗ്രഹങ്ങളാണ്. എന്നാൽ ജീവൻ മുക്തന്മാരാകട്ടെ, അവർക്ക് ഈ ലോകത്തിലെ ഒന്നിലും താല്പര്യമില്ല. അവർ അനാസക്തരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ധനം വേണ്ട, മാളിക വേണ്ട, കാറ് വേണ്ട, മക്കള്, ഭാര്യ, ഭർത്താവ്, ഇവരോടൊത്ത് ജീവിക്കും. ഒന്നിനോടും അവർക്ക് എന്തില്ല, ഒരൊട്ടലുമില്ല. എന്തിനേറെ പറയുന്നു, മോക്ഷം കിട്ടണമെന്ന് പോലുമില്ല. നിങ്ങളെപ്പോലെ മരിച്ചു കഴിഞ്ഞ് മോക്ഷം കിട്ടണേ, ആത്മാവ് ശാന്തമായി എടുക്കണേ, ഇതൊന്നും അവർക്കില്ല. ഇവരെയാണ് യഥാർത്ഥ ഭക്തന്മാർ അഥവാ ജീവൻ മുക്തന്മാരെന്ന് പറയുന്നത്. ഇവരെ രോഗങ്ങൾ ബാധിക്കില്ല, ഇവർക്ക് രോഗങ്ങൾ വരില്ല, ഇവർക്ക് ദുഃഖങ്ങളും വരില്ല. ഈ കാണുന്ന ഒരു സുഖത്തും എനിക്ക് വേണ്ട, എനിക്ക് മോക്ഷം പോലും വേണ്ട, എനിക്ക് എൻ്റെ ഗുരുവായൂരപ്പന മതി. ഇവരെയാണ് ജീവൻ മുക്തന്മാര്. അപ്പോൾ നിങ്ങൾ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കേണ്ടത് ഇതാണ്: ഭഗവാനെ എനിക്ക് മക്കൾക്ക് ജോലിയും വേണ്ട, അതൊക്കെ അങ്ങയുടെ ഇഷ്ടം. എൻ്റെ മക്കൾക്ക് ജോലി കൊടുക്കണമെങ്കിൽ അങ്ങ് കൊടുത്തോ, കൊടുക്കണ്ടെങ്കിൽ കൊടുക്കണ്ട. അപ്പോൾ നിങ്ങൾ ചോദിക്കും, മക്കളില്ലേ, അപ്പോൾ എനിക്ക് ജോലി കിട്ടാൻ വേണ്ടി മക്കൾക്ക് പ്രാർത്ഥിക്കണ്ടേ? മണ്ടത്തരം പറയാതെ നിങ്ങൾ പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട. പ്രാർത്ഥിക്കാതെ അറിയാവുന്ന ആളാ ഭഗവാൻ. വേണമെങ്കിൽ ഭഗവാൻ അങ്ങ് കൊടുത്തോളും. നിങ്ങൾ ചെന്ന് പ്രാർത്ഥന കൊണ്ട് നിങ്ങളുടെ ഉള്ള ജീവിതവും കൂടെ തുലയ്ക്കുകയാണ് എങ്ങനെ മക്കൾക്ക് ജോലി കിട്ടണേന്ന്. അത് ഭഗവാൻ അറിയാമെന്നേ, പുള്ളി ചെയ്തോളും. അപ്പൊ നിങ്ങൾ എന്താ പറയേണ്ടത്? ഭഗവാനേ, എനിക്ക് ലൗകിക സുഖങ്ങളോട് താല്പര്യമില്ല, എനിക്ക് കാറ് വേണ്ട, എനിക്ക് മണിമാളിക വേണ്ട, എനിക്ക് ധനം വേണ്ട, എനിക്ക് മക്കൾക്ക് ജോലിയോ മറ്റൊന്നും വേണ്ട, എനിക്ക് ദാമ്പത്യ സുഖങ്ങൾ വേണ്ട, മരിച്ചു കഴിഞ്ഞ് മോക്ഷം വേണമെന്നുമില്ല, എനിക്ക് ജീവൻ മുക്തനാകണം, എനിക്ക് ജീവൻ മുക്തരാകണം, എനിക്ക് ജീവൻ മുക്തനാകണം. ഗുരുവായൂർ ശ്രീരകത്ത് വിലസുന്ന രാധയുടെ ഗോവിന്ദ, രാധാ ഗോവിന്ദ, രാധാ ഗോവിന്ദ, എനിക്ക് ക്ഷുദ്രങ്ങളായ ലൗകിക സുഖങ്ങളിൽ താല്പര്യം തോന്നാതെ എന്നെ രക്ഷപ്പെടുത്തി തരണേ. രാധയുടെ ഗോവിന്ദ, എന്നെ രക്ഷപ്പെടുത്തി തരണേ. രാധയുടെ ഗോവിന്ദ, രാധയുടെ ഗോവിന്ദ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ക്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹാ. कृपाते जाता चेत् किमिव न हि लभ्यं तनुभृतां मदीयक्लेशौगप्रशमनदशा नाम कियती न के लोकेऽस्मिन्ननिशमयि शोकाभिरहिता
ഭവദ്ഭക്താ മുക്താ സുഖഗതിമസക്താ വിതതതേ.